താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, തോറ്റ കാര്യം സഖാക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ജയിക്കുന്നൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, പക്ഷേ തോറ്റെന്ന് അവരെ നമുക്ക് പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കണം. അത് നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും അണ്ണി പറഞ്ഞു നിന്നിട്ടും കാര്യമില്ല, അത് നടക്കൂല. ഒരു 4-5 കൊല്ലം എടുക്കും അവരൊന്നത് റിയലൈസ് ചെയ്ത് വരാം. അപ്പോഴേക്ക് അടുത്ത ഇലക്ഷൻ ആയല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോയിക്കോളും. അതുവരെ നമ്മൾ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല നിന്നേ പറയുള്ളൂ. കുറച്ച് നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. ഞാൻ ചോദിച്ചു അവനോട് തോറ്റുമില്ലടോ, വല്ലാത്തൊരു തോൽവിയായി പോലെ, തൂത്തുവാരി പോലെ വെച്ചപ്പോൾ മുമ്പ് പറയാം, അതായത് തോറ്റ സഖാക്കളെ നിങ്ങൾ പേടിക്കണം. അപ്പോൾ ഞാൻ എന്താ, അതെ ജയിച്ച സഖാക്കളെക്കാൾ പുറത്തിരിക്കുന്ന തോറ്റ ഞങ്ങളാണ് എന്തോ വലിയ കൊണാണ്ടർമാരെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചേട്ടാ എന്നാലും തോൽവി എന്നൊക്കെ പറഞ്ഞാൽ തോറ്റു പോയതല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചപ്പോൾ ഒമ്പരാണ്, ഇനി നിങ്ങൾക്ക് തന്ന ഒരു അവസരമാണ്, ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തൊരു അവസരമാണ് അതെന്ന്. എന്ത് തോൽവിയോ? അതെ, കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഖാവും കൂട്ടരും കൂടി, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പിണറായിച്ചനും കൂട്ടരും കൂടെ ജനങ്ങൾക്ക് കൊടുത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന സഹായ സഹകരണ സംവിധാനങ്ങളും ഭരണ നേട്ടങ്ങളും മനസ്സിലാക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനും നിങ്ങൾക്ക് തരുന്നൊരു അവസരമാണ് ഈ 5 വർഷം എന്ന്. ഞാൻ തന്നെ അങ്ങനെ അന്തം വിട്ടുക നിൽക്കുക. അവൻ പറയണം, അതെ നിങ്ങളിനി കണ്ട് ഇനി ഇരുണ്ട കാലഘട്ടത്തിലോട്ട് ഈ ജനങ്ങൾ പോകും, അപ്പം ജനങ്ങൾ വീണ്ടും മനസ്സിലാക്കും സഖാക്കളായിരുന്നു ശരി എന്നുള്ളത്. അങ്ങനെ ജനങ്ങൾ വീണ്ടും ഞങ്ങൾ സഖാക്കൾക്ക് വോട്ട് ചെയ്യും പിന്നെയും കുറേ കാലങ്ങൾ. ഇതൊക്കെ കേട്ട് ഇങ്ങനെ സ്തംഭിച്ചിരുന്ന് ഞാൻ ശരിയെന്നും പറഞ്ഞ് ഓൻ്റെ വഴിക്ക് പോയി. അത് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, പടച്ചോനെ ജയിക്കേണ്ടില്ല ഇനി, അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചത് വലിയ അബദ്ധമായി എന്നുള്ള തോന്നൽ അപ്പോഴാണ് എനിക്ക് വന്നത്. ഈ ശരിക്കും ഞാൻ തോറ്റി കാണുന്നവരെ ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ച് പോയി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയിപ്പം ഇത്ര സമയം എടുക്കുന്ന അറിയില്ലെങ്കിലും സഖാക്കളെ കുറേയൊക്കെ പേര് മനസ്സിലാക്കി നിങ്ങൾ തോറ്റു എന്നുള്ളത് കേട്ടോ. ഇങ്ങനത്തെ കുറേ ക്യാപ്സ്യൂളുകളും കാര്യങ്ങളും പറയുന്നതിന് പകരം ആ തോൽവി സമ്മതിക്കുക. ഇനി ഭരണം, ചില ആൾക്കാർ പറഞ്ഞു, നിങ്ങളെ ചില നേതാക്കന്മാർ വന്നവരെ തോൽവി ഞങ്ങൾ സമ്മതിക്കുന്നു, ഇനി ഞങ്ങൾ ആയത്തിൽ കൂലങ്കുഷമായിട്ടുള്ള തോൽവിയുടെ കാരണങ്ങൾ ഞങ്ങൾ പഠിക്കും, എന്നിട്ട് ഞങ്ങൾ വേണ്ട പോലെ ചെയ്യും. ഒരുപാട് പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ ഈ പിണറായിസം എന്ന് പറഞ്ഞ് കേൾക്കണമെന്ന് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു ഇസം ഇല്ല എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ആ ഒരു ഇസമുണ്ട്. ഞാനും എൻ്റെ മരുവനും എൻ്റെ മോളും എൻ്റെ മക്കളും മരുമക്കളും മാത്രം മതി എന്നുള്ള ചിന്ത ഒക്കെ മാറ്റി നിർത്തിയിട്ട് കൂട്ടത്തിൽ വേറെ കുറേ ആൾക്കാരുണ്ട്, കുറേ അണികളുണ്ട്, കുറേ പാവപ്പെട്ടവരുണ്ട്, ഉന്തും തല്ലും കൊലയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് കാണുക, അണികളൊക്കെ കാണുക, ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക. ഒരാൾ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കിടക്ക് പുറത്തുനിന്ന് പറയാതെ, അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു എന്ന് പറയാണ്ട്, അതല്ലെങ്കിൽ ഇനി മിണ്ടാണ്ടിക്ക് ആ പരിപാടി നമ്മുടെ നടക്കൂല കേട്ടോ, ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് ആളുകളെ കൂട്ടി നിർത്താൻ നോക്കുക, ഒരുമിച്ച് നിർത്താൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കുട്ടി സഖാക്കളല്ലാത്ത ആൾക്കാർ വോട്ട് ചെയ്യും. അവരാണല്ലോ തീരുമാനിക്കുന്നത് നിങ്ങൾ ഭരിക്കണോ നിങ്ങൾ ഭരിക്കേണ്ടേ എന്നുള്ളത്. അതല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ പോലത്തെ തോറ്റ സഖാവാണ് ഏറ്റവും വലിയ സംഭവം, അല്ലെങ്കിൽ ജയിച്ച സഖാവിനേക്കാൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ നിൽക്കുന്നു കഴിഞ്ഞാൽ ജയിക്കും. അതാണ് ഇപ്പം കഴിഞ്ഞ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് UDF പുറത്തിരുന്ന സമയത്ത് ഇനി അവസാനത്തെ ഒരു 5 വർഷത്തെ ടൈം എടുത്തു കഴിഞ്ഞാൽ VD സതീശൻ ചെയ്ത പോലെ ആവശ്യമില്ലാത്തതിനൊക്കെ ഹർത്താൽ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഓടാണ്ടിരിക്കുക. ഭരണപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നിങ്ങളെ നേരിടുക. ഇപ്പം നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന പോക്രിത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കുക. സതീശൻ ചെയ്ത അതൊക്കെ തന്നെയാണ്. അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളെ കൂട്ടി നിർത്തുക എന്നുള്ളതല്ല, മൊത്തം സമുദായങ്ങൾ. ഇപ്പം നമ്മളൊരു കേരളം പോലത്തെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു സംസ്ഥാനത്തുള്ള ആളുകളെ കൂട്ടി നിർത്താൻ നോക്കുക. അവിടെയും ഈ പറഞ്ഞ പോലത്തെ വെള്ളാപ്പള്ളി നടേശനെ പോലത്തെ വിഷങ്ങൾ വന്നിട്ട് വിഷം തുപ്പുമ്പോഴേ അത് കൈകൊണ്ട് എടുത്തിട്ട് അത് മുസ്ലിം ലീഗിനല്ലേ അല്ലെ ഞങ്ങളോടല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളെ വണ്ടി കയറ്റി പോകാണ്ടിരിക്കാൻ നോക്കുക. അങ്ങനത്തെ ഈ അയ്യപ്പൻ്റെ സ്വർണ്ണം കെട്ടവന്മാരെ കൂട്ടിപ്പിടിക്കാണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്ന് സതീശൻ അതിനൊക്കെ ചോദ്യം ചോദിച്ച്, അല്ലെങ്കിൽ സതീശൻ്റെ ടീം UDF നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ച് നിങ്ങൾ എതിർക്കേണ്ടടുത്ത് എതിർത്ത് അങ്ങനെ നിന്നതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ജയം ഇപ്പം UDFന് വന്നത്. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. നമ്മൾ പൊളിഞ്ഞ കപ്പൽ നമുക്ക് വീണ്ടും വേണ്ടേ അല്ലേ? കപ്പിത്താനൊക്കെ മുങ്ങി ചത്തിട്ടൊന്നുമില്ലല്ലോ. കുറേ മുങ്ങി വെള്ളം കുടിച്ചെങ്കിൽ അവസാനം ചാവാണ്ട് ജയിച്ച് വന്നതില്ല. അപ്പം ഇനി ആ കപ്പലൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് അവിടെ ഓട്ടയൊക്കെ അടച്ചിട്ട് ബാക്കിയുള്ള കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരെ ഒരു ഡസനോളം തെറിച്ച് പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. ഇതാണ് എനിക്ക് സഖാക്കളോട് പറയാനുള്ളത്. തോൽവി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക, അതേപോലെ നടക്കുകയുള്ളൂ, വേറെ ഒന്നും നടക്കില്ല ഇവിടെ. ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഈ റിസൾട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, അതായത് ആഗ്രഹിച്ച ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ, തൃക്കരിപ്പൂര് സന്ദീപ് വാര്യർ 60 വർഷങ്ങൾക്ക് ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൻസി ഉണ്ടായിട്ട് 60 വർഷം ഒരൊറ്റ പാർട്ടി ഒരൊറ്റ ആശയം മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവരെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലം തിരിച്ച് ഇങ്ങോട്ട് പിടിക്കുക എന്നുള്ളത് അത് വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ അത് ഇങ്ങനത്തെ ഒരാൾ ഒരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 3 വർഷം മുമ്പ് ഒരു പാർട്ടി വിട്ട് അതും പോലത്തെ ഒരു എന്താ പറയുക എപ്പോഴും വർഗീയത മാത്രം പറഞ്ഞ് നടന്നിരുന്ന, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെ തന്നെ അത്തരത്തിൽ വിദ്വേഷപരമായിട്ട് സംസാരിച്ചിട്ട് ഒരാൾ ആ പാർട്ടി വിട്ട്, ആ പാർട്ടി ഞാൻ ഇത്രയും കാലം വിദ്വേഷത്തിൻ്റെ കടയിൽ നിന്നും ഞാനൊരു സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ കടയിലോട്ട് വന്നു എന്നും പറഞ്ഞിട്ട് ഈ ഒരു പാർട്ടിയിലോട്ട് വന്ന്
അങ്ങനെ വന്നതിന് ശേഷം അത് അക്സെപ്റ്റ് ചെയ്ത് അതിനെപ്പറ്റി സംസാരിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞൊരു മനുഷ്യൻ വന്നിട്ട് പിന്നെ ആ ഒരു സമുദായം അല്ലെങ്കിൽ മുസ്ലിം എന്നല്ല, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എല്ലാവരും ഒരുമിച്ച് നിർത്തി ഈ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് അയാൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം. പിന്നെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF അണികളായിട്ടുള്ള മുസ്ലിം ലീഗ് ചെയ്തത്, അതായത് അത്രയൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിദ്വേഷം മനസ്സിൽ വെക്കാണ്ട്, ദേഷ്യം മനസ്സിൽ വെക്കാണ്ട് അയാളെ തിരുത്തി വന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ കൂടെ കൂട്ടിയിട്ടുള്ള ആ ഒരു അക്സെപ്റ്റൻസ് അത് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആളെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടിടുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് ജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു ആ ഒരു ജയം. പിന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ മറ്റ് ഒരുപാട് ഇപ്പം നമുക്കറിയാം ഈ എന്താ പറയുക ഇത്രയും സീറ്റുകൾ 100+ സീറ്റുകൾ നേടുക, ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന് വെറും 35 സീറ്റിലോട്ട് ഒതുക്കുക, BJP 3 സീറ്റിലോട്ട് വരിക, 102 സീറ്റ് നമ്മൾ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ UDF പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിങ്ങൾ എടുത്ത് പറയേണ്ട ഒരു വിജയം പിന്നെ പാലക്കാട്ടെ വിജയമായിരുന്നു ഞാൻ കണ്ടിരുന്നത്. പാലക്കാട്ടെ ജനങ്ങളുടെ ഇടയിലോട്ടെ അതായത് ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞ് നടന്നൊരു സ്ഥലം ഒന്ന് പാലക്കാടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ പച്ചക്ക് വർഗീയത പറഞ്ഞതായിട്ട് നമുക്ക് തോന്നൂല, പക്ഷേ ഗുണ്ടായിസവും എന്തും കാണിക്കും, ഞാൻ എന്തോ ഒരു സംഭവമാണ്, ഞാനില്ലാണ്ട് ഇവിടെ ഒരു കാര്യം നടക്കില്ല, രമേശ് പിഷാരടിയെ പോലത്തെ ഒരു കോമാളി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കും എന്നുള്ള തോന്നലോടുകൂടി ഈ ഒരു അഹങ്കാരത്തോടു കൂടി ഇപ്പോൾ പിണറായിസം എന്ന് പറഞ്ഞ പോലെ ശോഭായിസം കൊണ്ട് വന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. തുടക്കത്തിൽ നമുക്ക് തോന്നിയില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു പ്രശ്നം അവിടെ കഴിഞ്ഞു, പക്ഷെ അതൊന്നും ഒരു എഫക്റ്റ് പോലും ആയിട്ടില്ല, അല്ലെങ്കിൽ അത് വെറുതെ പോലും പേരിന് പോലും ആ ഒരു കാര്യം വരാത്ത രീതിയിൽ രമേശ് പിഷാരടിനെ പോലത്തെ വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരാൾ വന്നിട്ട് പാലക്കാട് ജയിക്കുക എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു സമവാക്യം എത്ര വലുതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് BJP ഫസ്റ്റ് ക്ലാസ് A+++ മണ്ഡലങ്ങളിൽ വെച്ച സ്ഥലമാണ് പാലക്കാട്. എവിടെ കിട്ടിയില്ലെങ്കിലും നേമത്തും പാലക്കാടും കിട്ടുമെന്ന് വിചാരിച്ച സ്ഥലത്ത് 10,000 വോട്ടുകളുടെ ഡിഫറൻസിൽ രമേശ് പിഷാരടി ജയിച്ചു വരിക. ആ ഒരു ജയം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആളുകളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലായി, പാലക്കാട്ടുകാരുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഈ അതായത് ഞങ്ങളെ ഉള്ളിലെ അഹംഭാവം അഹന്തിയൊക്കെ കൂടി വന്ന ഒരാളാണ് വീണ ജോർജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ സൗമ്യമാണ്, വളരെ ചിരിക്കും സംസാരിക്കും എങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ആരാധന മൂത്തുപോയി, ക്യാപ്റ്റനോടുള്ള ആരാധന മൂത്ത് ക്യാപ്റ്റൻ്റെ വഴി തിരഞ്ഞെടുത്ത ഒരാളാണ് വീണ ജോർജ് എന്ന് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഹാട്രിക് വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു? ഒരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. ചിലപ്പോൾ സംസാരത്തിലും കാര്യങ്ങളും അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ഉള്ളിൽ അഹന്ത ഭയങ്കരമായിട്ട് തോന്നി. അവർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടി അബിൻ വർക്കിനെ പോലത്തെ ഒരാൾ ജയിച്ചു കയറി വരിക, നല്ലൊരു ഭൂരിപക്ഷത്തിൽ, ഒരിക്കൽ പോലും താന്നു കൊടുക്കാത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരിക, ആ ഒരു ജയം ഭയങ്കര ഒരു എന്താ പറയുക അതൊരു സ്ട്രോങ് മെസ്സേജായി തോന്നി ജനങ്ങളുടെ സൈഡിൽ നിന്നുള്ള. പിന്നെ നമ്മൾ ഇവരുടെ തന്നെ കോട്ടകൊത്തളങ്ങൾ ആഷ്മി പറഞ്ഞ പോലെ ഈ LDF കോട്ടകൊത്തളങ്ങളായിട്ടുള്ള പല സ്ഥലങ്ങളും, കോഴിക്കോട് പല മണ്ഡലങ്ങളും, അല്ലെങ്കിൽ കൊല്ലത്തെ പല മണ്ഡലങ്ങളും, കോട്ടയം പിന്നെ ഒക്കെ അവിടെ നിൽക്കട്ടെ, കണ്ണൂര് പല മണ്ഡലങ്ങളും, ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകില്ല എന്ന് വിചാരിച്ച പല മണ്ഡലങ്ങളും ഇങ്ങനെ മാറിത്തിരിഞ്ഞ് ഈ UDF സൈഡിലോട്ട് വന്നിട്ടുണ്ടല്ലോ. ചരിത്രത്തിൽ തന്നെ ഒരു വലിയ വിജയം പോലെ അല്ലെങ്കിൽ 101-102 സീറ്റ് വരെ ജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷന് ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുള്ള ചില അനുഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ UDF ഈ ഒരു സംവിധാനം, ഒരു പാർട്ടി സംവിധാനം, UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസും അതുപോലെ തന്നെ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് 27 സ്ഥലങ്ങളിൽ 23 സ്ഥലങ്ങളും പിടിച്ചെടുക്കുക. അതായത് ഒരു സ്ഥലത്ത് പോലും ഒരു പഴുത് പോലും വെക്കാണ്ട് ഒരുമിച്ച് നിന്നിട്ട് ഒരുമിച്ച് വേറെ ആവശ്യമില്ലാത്ത മാപ്രകളും മറ്റ് പല സൈബർ കമ്മികളും ബാക്കിയുള്ള ആളുകളൊക്കെ വന്ന് എന്തൊക്കെ കുത്തിത്തിരിപ്പ് പറഞ്ഞു കഴിഞ്ഞാലും, ഏതൊക്കെ വീഡിയോ ക്ലിപ്പുകൾ ഇട്ട് കഴിഞ്ഞാലും, അല്ലെങ്കിൽ പണ്ടത്തെ ക്ലിപ്പ് ഇപ്പോഴത്തെ ക്ലിപ്പും തിരിച്ചും മറച്ചും ഇട്ട് കഴിഞ്ഞാലും ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള ആ ഒരു ഒത്തൊരുമ എത്രത്തോളം ഉണ്ടെന്ന് UDF കാണിച്ചു കൊടുത്തു. മുസ്ലിം ലീഗും കോൺഗ്രസും അത് വ്യക്തമായിട്ട് കാണിച്ചും കൊടുത്തു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യൂത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഈ രണ്ട് പാർട്ടിനെ. അതാണ്ട് മറ്റേ SFIൻ്റെ ചുണക്കുട്ടികളും ഒന്നും ഇവിടെ മുന്നോട്ട് വന്നില്ല. അവരാരും എവിടെയും പോലും ഒന്ന് കാണാൻ പോലും അവരെ പോലും ഉണ്ടായില്ല. പകരം എല്ലാ യൂത്തും, പ്രത്യേകിച്ച് ജെൻസി ആളുകളൊക്കെ ഒരു രാഷ്ട്രീയത്തിലോട്ട് എത്തണം, അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജയിച്ച് കയറി വരണം തോന്നിയൊരു പാർട്ടിയായിട്ട് UDF അങ്ങ് മാറ്റേണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഇപ്പം നമ്മൾ BJP എടുത്ത സീറ്റുകൾ നിങ്ങൾ നോക്ക്, അതിപ്പോൾ നേമത്തിലെടുത്താലും വേണ്ടില്ല, കായക്കോട്ട് എടുത്താലും വേണ്ടില്ല, ചാത്തന്നൂർ എടുത്താലും വേണ്ടില്ല. അതായത് അവർ ഏതൊരു എക്സിറ്റ് പോൾ എടുത്തു കഴിഞ്ഞാലും എന്തെടുത്തു കഴിഞ്ഞാലും 3 to 5 അല്ലേ ഒരു 5 സീറ്റ് വരെയൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. ആ അവസാനം വന്ന ഏതോ ഒരു പീപ്പിൾസ് എന്നതിൻ്റെ പേര് തന്നെ മറന്നു, പീപ്പിൾസ് ചാണക്യ, അവർ മാത്രമാണ് 14 സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞത്. പക്ക ഒരു ഗോതി മീഡിയ ഒരു എക്സിറ്റ് പോൾ പോലെ തോന്നി. ബാക്കി അവരെടുക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ 3 സ്ഥലങ്ങളിലോട്ട് ഒതുങ്ങുക ചെയ്യുന്നത്. ഇത്രയും ഫണ്ട് മുടക്കി, ഇത്രയും കാശിട്ട് എറിഞ്ഞ്
ഇത്രയും നമ്മുടെ വിശ്വഗുരു നേരിട്ട് വന്നിട്ട് ഗുരു എൻ്റെ വലങ്കയ്യാന്ന് പറഞ്ഞ അനൂപ് ആൻ്റണി പോലത്തെ സ്ഥാനാർത്ഥികളുള്ള സ്ഥലത്ത്, അതല്ലെങ്കിൽ വെറും ഗിമിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ 19 എന്തോ മറ്റേ സാബു എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ 80 സീറ്റുകളിൽ വെച്ച് ഞങ്ങൾ ജയിക്കും, അത്രയും വലിയ വിഡ്ഢിത്തരം പറഞ്ഞൊരു മണ്ടനാണ് സാബു എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ ഒക്കെ. അത് പിന്നെ 3 പിന്നെ 2 ഡിജിറ്റിൽ മേലെയായി, പിന്നെ 20 30 80 സീറ്റുകളിൽ ഞങ്ങൾ ഈ മുന്നണികൾ അത്ര കട്ടയ്ക്കുള്ള മത്സരമാണ് നടക്കുന്നത്. ഇവിടെ അത്ഭുതങ്ങൾ നടക്കും. വലിയൊരു അട്ടിമറി വിജയം NDAക്ക് ഉണ്ടാവും. കേരളം NDA ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് വെറുതെ കുറേ റോബിൻ രാധാകൃഷ്ണൻ, അഞ്ജലി നായർ, ആരതി പണിക്കരാണ്, അതിൽ ആരതി നായർ, അഖിൽ മാരാർ, ഇങ്ങനെ ജാതിപ്പേരും വെച്ചിട്ട് അതിലൊരു സുഖം കണ്ടിട്ട് ഞങ്ങൾ വലിയ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നി. അതായത് എന്താണ് രാഷ്ട്രീയം എന്ന് പോലും അറിയില്ല, ഒന്നും അറിയില്ല. ബിഗ് ബോസിൽ എനിക്ക് 1 കോടി വോട്ട് കിട്ടിയിട്ടില്ലേ, ആ 1 കോടി വോട്ട് പോരെ എനിക്ക് കേരളം മൊത്തത്തിൽ പിടിക്കാനുള്ള തോന്നലോട് വന്ന് ചില മണ്ടന്മാരായിട്ടുള്ള പഹയന്മാരായിട്ടുള്ള ഒരു കുറേ ആളുകൾ അങ്ങ് തോൽപ്പിച്ചു കൊടുത്ത ആ ഒരു കേരള ജനതയ്ക്കുണ്ടല്ലോ, അത് വലിയൊരു സപ്പോർട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ BJP എടുത്ത 3 സീറ്റുകൾ, ഈ എടുത്ത 3 സീറ്റുകൾ ലാസ്റ്റ് ടൈം എന്താണ് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായത്, തിരുവനന്തപുരം ഓൾമോസ്റ്റ് അവർക്ക് അറിയായിരുന്നു, അവർക്ക് കിട്ടേണ്ട സ്ഥലങ്ങൾ അവർക്ക് കിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തരംഗം തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ കാണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് 2 സീറ്റിലോട്ട് ഒതുങ്ങി. അവിടെ വട്ടിയൂർക്കാവ് എങ്ങനെയായാലും വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊടുത്ത് മുരളീധരനെ പോലത്തെ ഒരാൾ അവിടെ കൊണ്ടിട്ട് എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ടൈപ്പാണ് മുരളീധരൻ. ആകെ ഒന്ന് പാളിപ്പോയത് തൃശ്ശൂരാണ്. ആ ചവിട്ടി ചാണകത്തിൻ്റെ ഫലം ഇപ്പോൾ തൃശ്ശൂരാണ് അനുഭവിക്കുന്നുണ്ട്. അത് അടുത്ത പ്രാവശ്യം അവർ ക്ലിയർ ചെയ്ത് കൊടുക്കും. അതല്ലാണ്ട് എവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വോട്ട് പിടിക്കും, ക്രൗഡിനെ ഞാൻ പിടിക്കും എന്നുള്ള ആ ഒരു ലെവലിൽ പോയ മുരളീധരൻ ആ വട്ടിയൂർക്കാവ് അതുപോലെ പിടിച്ചെടുത്തു. അവിടെ വെച്ചിട്ടുള്ള BJPയുടെ ഒക്കെ സ്ഥാനാർത്ഥിയുടെ അവസ്ഥ എന്താ? ഒന്ന് മിണ്ടിയിട്ടില്ലെങ്കിൽ പിണങ്ങിപ്പോവും, ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ കരഞ്ഞോണ്ട് പോവും, ഒന്ന് ശരിക്കും അടുത്ത് ഇരുത്തിയിട്ടില്ലെങ്കിൽ ഇറങ്ങി ഓടും. ഇങ്ങനത്തെ ചില സ്ഥാനാർത്ഥികളൊക്കെയാണ്. നമ്മൾ ഈ DGP റാങ്ക് ഉണ്ടായിരുന്നു ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞാൽ 0 ആണ്, പൊട്ട 0ആണ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ. ഇവരൊക്കെ വെച്ച് അങ്ങോട്ട് മൊത്തത്തിൽ 15 സീറ്റ് 20 സീറ്റ് 30 സീറ്റ് ഒക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു, എവിടെയും തൊടിയിച്ചില്ല. പിന്നെ വർഗീയത പറഞ്ഞ് കൊലം കുത്തി നടന്ന ആളുകളായിരുന്നു. ഒന്ന് മഞ്ചേശ്വരത്ത് പൊട്ടിപ്പാളിസായി പോയി. ചെറിയ വോട്ടിനൊന്നുമില്ല, 5 അക്കം കടന്ന വോട്ടിൻ്റെ ഡിഫറൻസിലൊക്കെയാണ് അവിടെ ഇപ്പോൾ പിടിച്ച ആൾ. മഞ്ചേശ്വരം ഞങ്ങളുടെ പോക്കറ്റിൽ വെക്കുന്നൊക്കെ വിചാരിച്ചിട്ട് വാഴ തുറന്നു കഴിഞ്ഞാൽ വർഗീയത മാത്രം പറയുന്ന സുരേന്ദ്രനെ പോലത്തെ ആൾക്കാരൊക്കെ വീട്ടിലിരുത്തി കൊടുത്തു. ഒട്ടകം ഗോപാലൻ എന്തായിരുന്നു പോസ്റ്റർ? നിങ്ങൾക്ക് ഓർമ്മയില്ല പോസ്റ്റർ? അതായത് ഇത്രയും കാലം ഇവിടെ ഒരു മുസ്ലിം MLA അല്ലേ ഉണ്ടായത്, ഇനി ഇവിടെ എന്തൊരു മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളല്ലേ വരേണ്ടത്, ഹിന്ദു അല്ലേ വരേണ്ടത്, ഉണരൂ ഹിന്ദു എന്ന് പറഞ്ഞെടുത്ത് ഇതുവരെ ഗോപാലകൃഷ്ണൻ നീട്ടിട്ടില്ല എന്നാണ് കേട്ടത്. ഇന്നലെ രാവിലെ ഉറങ്ങിയതാണ്, പിന്നെ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല ഗോപാലകൃഷ്ണൻ എന്നാണ് കേട്ടത്. അതായത് വർഗീയത പറഞ്ഞ് വോട്ടടിക്കാമെന്ന ആളുകൾ അവരൊക്കെ കേരള ജനത വേണ്ട പോലെ കണ്ടറിഞ്ഞ് തേച്ചമ്പി കൊടുത്തൊരവസ്ഥ. ഏതായാലും വല്ലാത്തൊരു ഇലക്ഷനായിപ്പോയി. അങ്ങനെ പിന്നെ എടുത്തു പറയേണ്ടത് അച്ഛൻ്റെയും മോൻ്റെയും കാര്യമാണ്. അച്ഛനും മോനൊന്നും പറയാൻ പറ്റില്ല, തന്തയുടെ തനി കൊണമുള്ള ഒരു സാധനം ഐറ്റവും രണ്ടും വീട്ടിൻ്റെ അകത്ത് മുക്കി മൂളി കരഞ്ഞ് മെഴുകിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ വന്ന് കോൺഫിഡൻസ് കാണിച്ചിട്ടോ. അതായത് മെനഞ്ഞാന്ന് വന്നിട്ട് ഞങ്ങൾ 25,000 വോട്ടിനും 15,000 വോട്ടിനും 1 കോടിക്കും ബെറ്റും വെച്ച് പോയിട്ടുള്ള പൂഞ്ഞാറിൻ്റെ പുന്നാര മോനും രണ്ടും കൂടെ തോറ്റ അപ്പിയിട്ട് വീട്ടിലവിടെ ഇരുന്നു. വീട്ടിലിരുത്തി അവിടുത്തെ ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അതായത് മതങ്ങളുടെ പേരും പറഞ്ഞിട്ട് അവിടെ പാലയിലും പൂഞ്ഞാറിലൊക്കെ ഇവന്മാർ എന്താ കാണിച്ചു കൂട്ടിയിരുന്നത്? അതായത് ആദ്യം പൊതുവേ BJPയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആദ്യം മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടുപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് മുസ്ലിമിനെയും ക്രിസ്ത്യനെയും തമ്മിലടുപ്പിക്കുക. ഇതാണല്ലോ ഒരു ശൈലി. അതിൽ നിന്ന് മാറി ഈ പൂഞ്ഞാറും പാലയിലും ഈ 2 ഡാഷ് മക്കളും കൂടെ കാണിച്ചു കൂട്ടിയിരുന്നതൊക്കെയാണ് അവിടെ. മുസ്ലിമിനെയും ക്രിസ്ത്യനെയും തമ്മിലടുപ്പിച്ച് നമ്മൾ എന്തോ സംഭവമാണ്, സഭകളെ പേര് പറഞ്ഞ് മറ്റത് പറഞ്ഞ് ഇത് പറഞ്ഞ് ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ച 2 എണ്ണത്തിനെ അതുപോലെ വീട്ടിലിരുത്തി. അങ്ങനെ ഓരോരുത്തരും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പറയേണ്ട. പക്ഷേ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയി തോന്നിയിട്ടുള്ള ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. തോന്നിയ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് UDFൻ്റെ നല്ലൊരു ഭരണം തന്നെ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴത്ത് കമൻ്റ് ആക്കിയിടുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.